ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇത് ഡിസംബർ 31 എടുത്ത വ്ളോഗാണ്. ഞാൻ എൻ്റെ ന്യൂ ഇയർ ഈവനിങ് ചെറുതായിട്ടൊന്ന് ഡോക്യുമെൻ്റ് ചെയ്താണ്. അപ്പം ഞാൻ ഫിലിം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, സർവമായ അമ്മൻ്റെ. അപ്പോൾ ഞങ്ങൾ 4 മണിൻ്റെ ഷോ ആയിരുന്നു ബുക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ ബസ് ഓട്ടോയൊക്കെ പിടിച്ച് എന്നെ പിക്ക് ചെയ്യാമെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആളടുത്തേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ ഇതെന്ത് ഇങ്ങനെ സ്പീഡിൽ ചിരിച്ചുകൊണ്ട് പോകുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾ 4 മണിൻ്റെ സിനിമയാണെങ്കിൽ ഞങ്ങൾ പോകുന്നത് 3:45. അപ്പോൾ ഈ ന്യൂ ഇയർ ആയതിനെക്കൊണ്ട് തന്നെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അവിടെ 1/4 മണിക്കൂർ കൊണ്ട് എത്തില്ലേ, സിനിമ തുടങ്ങുമോ ഇല്ലേ എന്നൊക്കെ അറിയാത്തതിൻ്റെ ആ ഒരു ഇതിൽ സ്പീഡിൽ പോവുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചത്ര ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഫിലിം തുടങ്ങുമോ ഇല്ലേ, തുടങ്ങുന്നതിന് മുന്നേ അവിടെ എത്തുമോ അങ്ങനെയൊക്കെ. പക്ഷേ ഫിലിം തുടങ്ങി ഒരു സീനൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഫസ്റ്റിലെ സീനൊക്കെ മിസ്സായെന്ന് തോന്നുന്നു. പക്ഷേ വലിയ എന്താ പറയുക, കണ്ടിന്യൂറ്റി പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. ആൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോയപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ടിക്കറ്റ് സ്കാൻ ചെയ്തെടുത്തു. ഞങ്ങൾ ആദ്യം ഓൺലൈനിലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, ഹൗസ്ഫുൾ ഷോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഫിലിം കണ്ടോ? എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പണ്ടത്തെ ഒരു നിവിൻ പോളിനെ കാണാൻ പറ്റി. എന്താ എല്ലാവരും പറയുന്ന പോലെ തന്നെ എന്താ പണ്ടുണ്ടായിരുന്ന ആ ഒരു ഇത്, ഞാൻ പണ്ട് ഭയങ്കര നിവിൻ പോളി ഫാനൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ലൊരു എൻ്റർടൈനിങ് സിനിമ തന്നെയായിരുന്നു. എനിക്ക് അടുത്ത് വെച്ച് കണ്ടതിൽ നല്ല അടിപൊളി ഫിലിം. അങ്ങനെ ഞങ്ങൾ കോർണേഷൻ തിയേറ്ററിലായിരുന്നു ഫിലിമിന് പോയത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു 7 മണിയോട് അടുത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാനേജറിലുള്ള ഒരു ബ്ലോക്കാണിത്, ന്യൂ ഇയറിൻ്റെ അന്ന്. എല്ലായിടത്തിലും ബ്ലോക്ക് തന്നെയായിരുന്നു. അത് ഞങ്ങൾ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഈ വർഷം എന്താ ആ ഒരു ഡേ കൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിക്കുക. എന്നിട്ട് അടുത്ത ഇയറിൽ പിന്നെ ഒരു കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇന്ന് കുറച്ച് ചീറ്റ് ഡേ ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ മനസ്സിൽ തിങ്ക് ചെയ്തിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു സംഗീത് കൂൾബാർ. സംഗീതത്തിലെ ഫലൂദ, കോഴിക്കോട്ടിൽ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള ഫലൂദയാണിത്. പ്രത്യേകിച്ച് ആൾക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എൻ്റെ ഫേവറേറ്റ്. ഞങ്ങൾ സാധാരണ നോർമൽ ഫലൂദയാണ് കഴിക്കില്ല. അവിടെ എനിക്ക് വേറെ ഫലൂദയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും അവിടുത്തെ നോർമൽ ഫലൂദ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. ഇവരെ ഐസ്ക്രീമൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണെന്നാണ് പറയുന്നത്. പിന്നെ ഇവർ നോർമൽ വാനില ഐസ്ക്രീമിൻ്റെ സ്ലൈസൊക്കെ അവിടെ കിട്ടും. അത് ഞങ്ങൾ ഇടയ്ക്ക് വാങ്ങാറുണ്ട്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടം, സ്ലൈസ് മാത്രമായിട്ട് കഴിക്കാം. ഇവർ ഐസ്ക്രീം പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ഈ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് വേറെ എന്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. അവരവിടെ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കാം. ഞങ്ങൾ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ 12 മണി വരെ ബീച്ചിൽ സ്പെൻഡ് ചെയ്യാം, കോഴിക്കോട് ബീച്ചിൽ സ്പെൻഡ് ചെയ്യാം. എന്നിട്ട് 12 മണിക്ക് ന്യൂ ഇയറിൻ്റെ എന്തൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകാം. അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ഞങ്ങളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സമയം 12 മണി ആവാനുണ്ടായിരുന്നു. അപ്പം ഐസ്ക്രീമൊക്കെ ഫലൂദയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ബീച്ചിലേക്ക് മെല്ലെ പോയി. ഞങ്ങൾ മുഖത്താറ് ബീച്ചിലേക്കായിരുന്നു പോയത്. വേറൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പോയത്. അവിടെ അങ്ങനെ എന്തോ പറഞ്ഞൊരു കഫേയിൽ നല്ല അടിപൊളി ലോഡഡ് ഫ്രൈസ് കിട്ടും. അപ്പം അത് എത്രയോ കാലങ്ങളായി ഞങ്ങൾ ലോഡഡ് ഫ്രൈസ് കഴിക്കണം, അവിടുത്തെ കഴിക്കണം. വേറെ എവിടെയും പോയിട്ട് അവിടുത്തെ അത്രയും ടേസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ കഴിക്കണം അങ്ങനെ പറഞ്ഞ് കുതിച്ച് പോയതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ബ്രിഡ്ജൊക്കെ കയറി അവിടെ എത്തിയപ്പോൾ ആ ഒരു കട കാണുന്നില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തർക്കിക്കുകയൊക്കെ ചെയ്ത്, ഇല്ല അത് ലെഫ്റ്റിലാണ് അല്ല റൈറ്റിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ ഫുൾ കറങ്ങി. പക്ഷേ ലാസ്റ്റാണ് ആ കട കണ്ടുപിടിച്ച്. പക്ഷേ അത് ക്ലോസ് ആയിരുന്നു. അങ്ങനെ ആ ഒരു ആഗ്രഹം സാധിക്കാതെ പോയി. ഇത് ബീച്ചിലേക്ക് പോകുന്ന വഴിയുള്ള വീഡിയോസാണ് കേട്ടോ. അവിടെ ഏതോ പള്ളിയിൽ എന്തോ പരിപാടി ഉണ്ടായിരുന്നു തോന്നുന്നു. ഫുള്ള് ആൾക്കാരും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ബീച്ച് പറയുമ്പോഴേ ഫുള്ള് കടകളും അതിൻ്റെ ഒരു കളർഫുൾ ലൈറ്റ്സും ഒക്കെ ആയിട്ട് ബീച്ച് ഫുള്ള് ഓണിരിക്കും. അത് ഇപ്പോൾ മെട്രോഡ് ബീച്ച് ആയിക്കോട്ടെ, കോഴിക്കോട് ബീച്ച് ആയിക്കോട്ടെ, മുഖദാർ ബീച്ച് ആയിക്കോട്ടെ ഒക്കെ എന്താ പറയുക, നൈറ്റ് ലൈഫും ഫുഡ് സ്ട്രീറ്റ്സുമായിട്ട് അങ്ങനെ വേറൊരു വൈബ് തന്നെയാണ്. അപ്പം അതിലൂടെ പോകാൻ നൈറ്റ് വേറെ ലെവൽ ഒരു വൈബാണ്. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലായിടത്തിലും എന്താ പറയുക, വണ്ടികൾ നിയന്ത്രണം ഉണ്ടായിരുന്നു. സൗത്ത് ബീച്ചിൻ്റെ എൻട്രൻസിൽ വെച്ചിട്ട് വണ്ടികളൊക്കെ അവിടെ പോലീസ് മറ്റേ സംഭവങ്ങളൊക്കെ വെച്ച് പോലീസ് തടഞ്ഞായിരുന്നു. അങ്ങനെ കോഴിക്കോട് ബീച്ചിലേക്ക് ഡയറക്റ്റ് എൻട്രിയുള്ള എല്ലാ റോഡ്സും ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ നേരെ സൗത്ത് ബീച്ചിൻ്റെ സൈഡിലൂടെയുള്ള റോഡിൽ അതിൽ കയറിയിട്ട് ഫസ്റ്റ് പോയത് ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന ആൽക്കാൻ്റെ പിസ്താക്കട. നമ്മളെ ഉദ്ദേശം ഇന്ന് കുറേ ഫുഡ് സ്പോട്ടൊക്കെ കവർ ചെയ്യണം. നമ്മൾ ഇനിയിപ്പം മാരേജൊക്കെ കഴിഞ്ഞിട്ട് വരാമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇന്നത്തോടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ തൊട്ട് നമ്മൾ സ്ട്രിക്റ്റ് ഡയറ്റിലായിരിക്കും. അതുകൊണ്ട് ഇന്ന് ആഗ്രഹിച്ച ഫുഡ്സൊക്കെ കഴിക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പോയതായിരുന്നു. അങ്ങനെ ഞങ്ങൾ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിരുന്നു അവിടുത്തെ പിസ്ത. അത് 20 റുപ്പീസേ ഉള്ളൂ. അപ്പം നമുക്കത് ഭയങ്കര ബ്രോത്തിട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. അതിനകത്ത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ബീച്ചിൽ കുറേ നേരം തേരാപ്പാര നടന്ന് ഞാൻ ആ തലയിൽ വെക്കുന്ന സാധനങ്ങളില്ലേ അതൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ അവിടെ പോയി ഇവിടെ പോയി ബീച്ചിൽ പോയി അപ്പുറത്ത് പോയി അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് ഞങ്ങൾക്ക് ബോറടിക്കാൻ തുടങ്ങി. അപ്പം പിന്നെ ഞങ്ങൾ പിന്നെ വെള്ളത്തിന് ദാഹിച്ചു. അപ്പം പിന്നെ കടകളടുത്തേക്കൊക്കെ വന്ന് ഒരു ചായയൊക്കെ കുടിക്കാൻ വിചാരിച്ചു. അങ്ങനെ ചായയും നമ്മൾ കുറേ കാലമായിട്ട് കഴിക്കണം ഹൈപ്പും അതിൻ്റെ ഒരു റേറ്റും കൊണ്ട് ഇത്രയും കാലം കഴിക്കാതിരുന്ന അതിന് കൂന്തൽ നിറച്ചതില്ലേ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അതൊന്ന് വാങ്ങി. പക്ഷേ ഞങ്ങൾക്ക് രണ്ടാക്കും പേഴ്സണലി അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിലെന്താണ് ഇത്ര ഹൈപ്പ് എന്ന് ഇതുവരെ മനസ്സിലായില്ല. അതും 80 രൂപ കൊടുത്ത് ഒരു കൂന്തൽ നിറച്ചത് വാങ്ങിയത് ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിട്ടാണ് തോന്നിയത്. അത് കഴിച്ചതിന് ശേഷം ഭയങ്കര നഷ്ടമായിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ കാടമുട്ട വാങ്ങി. അത് പിന്നെ എന്താ പറയുക 80 റുപ്പീസ് തന്നെയായിരുന്നു കാടമുട്ടയ്ക്കെന്ന് തോന്നുന്നു. അങ്ങനെ അത് നല്ല ബ്രോത്തായിട്ട് തോന്നി. അത്യാവശ്യം ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പൈസയ്ക്കുള്ള മുതലുണ്ട്. പിന്നെ ഞങ്ങൾ കല്ലുമ്മക്കായി വാങ്ങി. അതിനൊന്നും വീഡിയോ എടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. എന്നുവെച്ചാൽ ബീച്ച് ഭയങ്കര റഷ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നതൊന്നും പോസിബിൾ അല്ലായിരുന്നു.
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മെല്ലെ തിരക്കുകയാണ് ചെയ്തത്. ബീച്ചിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഞങ്ങൾ 8 മണി 8:30 സമയത്ത് ബീച്ചിലെത്തിയിട്ടുണ്ട്. പിന്നെ 12 മണി ആവാൻ അത്രയും നേരം വെറുതെ ഇരിക്കണ്ടേന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും ഭയങ്കര ഒരു മടി തോന്നി. അത് ഞങ്ങൾ അവിടുന്ന് നേരെ ഞങ്ങൾ മിഷൻ മാറ്റി കണ്ണാടിക്കൽ പോവാം. കണ്ണാടിക്കൽ ഞങ്ങൾ ഒരു തവണ പോയി, എന്നാലും ഒന്നും കൂടെ പോവാം, അവിടെ അടിപൊളി വെടിക്കെട്ടൊക്കെ ഉണ്ടാവും 12 മണിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ കണ്ണാടിക്കലിലേക്ക് തിരിച്ചു പോയി. ഞങ്ങൾ ആദ്യം കണ്ണാടിക്കലിൽ വെടിക്കെട്ടൊക്കെ ഉണ്ടാകുന്ന അമ്പലത്തിൻ്റെ ഭാഗത്തേക്കാട്ടോ വന്നത്. അപ്പം അവിടെ ആ സമയത്ത് എന്തൊക്കെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ, ഡാൻസ്, തിരുവാതിര, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു നടക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ അങ്ങനെ ഒരു ചന്ത പോലെ ഉണ്ടായിരുന്നു. അവിടെ ഈ പണ്ട് കാലത്തെ മുട്ടായികളില്ലേ, അതൊക്കെയാണ് ഇങ്ങനെ നിരത്തി വെച്ചത്. ഞാൻ അതൊക്കെ കുറേ നോക്കിയത്. പിന്നെ എനിക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നും വാങ്ങാൻ തോന്നാത്തതിനെ കൊണ്ട് ഞാൻ അതൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഇങ്ങനെ ഓരോ കടകൾ, കമ്മലിൻ്റെ കട, അങ്ങനെ പെർഫ്യൂംസ്, ഡ്രസ്സുകൾ, അതൊക്കെ കണ്ട്. പിന്നെ നമുക്ക് സാധാരണ കിട്ടുന്ന കടകളത്തേക്കാളും ഇങ്ങനെ ഉത്സവങ്ങളിൽ ചന്തയ്ക്കൊക്കെ ഉണ്ടാകുന്ന കടകൾക്ക് റേറ്റ് കൂടുതലായിരിക്കുമല്ലോ. എന്ത് ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, എങ്ങനത്തെ സാധനങ്ങളായിക്കോട്ടെ, അങ്ങനെ റേറ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊന്നും വാങ്ങാൻ നിന്നില്ല. പിന്നെ ഞങ്ങൾ മെയിൻ ഫോക്കസ് ഫുഡിലായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നൊരു മുളക് ബജി കഴിച്ച്. പിന്നെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ചോളം 50 റുപ്പീസിന് ചോളം ഇങ്ങനെ പുഴുങ്ങിയത് മുളകും മഞ്ഞളും ഉപ്പും ഇട്ട് തരുന്നുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇപ്രാവശ്യവും ഞാനത് വാങ്ങി. പക്ഷേ ഇപ്രാവശ്യത്തെ ഞങ്ങൾക്ക് അത്രയായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എന്തോ ഒരു കുഴപ്പം, ചോളം കുറച്ച് വാടിയതായിരുന്നു തോന്നുന്നത്. അതല്ല, അയാൾ ഞങ്ങൾക്ക് 30 റുപ്പീസിനാണ് തന്നത്. വേറെ സ്ഥലത്തു നിന്നാണ് വാങ്ങിയത്, എന്നാലും അത് ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. പിന്നെ ഞങ്ങൾ ഈ റൈഡ്സ് ഒക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് വന്ന് ഞങ്ങൾക്ക് പ്രാവശ്യം മരണക്കിണറില്ലേ, ആ സംഭവത്തിൽ കയറണമെന്നുണ്ടായിരുന്നു. പിന്നെ എന്തോ അവിടെ എത്തിയപ്പം ആ ഒരു ഇത് ഉപേക്ഷിച്ച്. പിന്നെ ഈ ഊഞ്ഞാൽ പോലെ ആടുന്ന സംഭവമില്ലേ, അതിൽ ഞങ്ങൾ കഴിഞ്ഞതാണ് വന്നപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു 2024 വന്നപ്പോൾ. അപ്പം അന്ന് ഞാൻ ശരിക്കും ഒരു തെങ്ങിൻ്റെ ഹൈറ്റ് വരെ ഒക്കെ പോകും. അപ്പോൾ ഞാനാണെങ്കിൽ അഡ്വഞ്ചർ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ മേലേക്കുള്ള സീറ്റിലാണ് ഇരുന്നത്. എൻ്റെ അന്നാണെങ്കിൽ അറിയില്ലായിരുന്നത് ഇത്ര ഹൈറ്റിൽ പോകുന്നൊക്കെ. ഞാനൊരു ആവേശത്തിലിരുന്ന് അതിൻ്റെ മുകളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെട്ടെന്ന് വേണം പറയാൻ. അത്രയും ഞാൻ പേടിച്ചിട്ടുണ്ട്. കൂടുതൽ ആൾക്കും എൻ്റെ അത്ര തന്നെ പേടിയുള്ളതിനെ കൊണ്ട് ഞങ്ങൾ പ്രാവശ്യം ഇങ്ങനെ റൈഡ്സിലൊന്നും കയറാൻ നിന്നില്ല. ഒന്നാമത് ഇങ്ങനെ ഈ എക്സിബിഷനിലൊക്കെ ഉണ്ടാകുന്ന റൈഡ്സിന്, നമ്മളെ പാർക്കിലൊക്കെ ഉണ്ടാകുന്ന റൈഡ്സിൻ്റെ അത്ര സേഫ്റ്റി മെഷർമെൻറ്റ്സോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിലൊന്നും കയറാൻ നിന്നില്ല. പിന്നെ ഒരു 11:30 ഒക്കെ ആവുന്ന സമയത്ത് ഞങ്ങൾ തിരിച്ച് ഈ അമ്പലത്തിൻ്റെ സൈഡിലേക്ക് നടന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നേരത്തെ അത്രയും ഈ വീഡിയോയിലൊക്കെ കാണുന്ന അത്രയും ജനങ്ങളുണ്ടായിരുന്നു. അപ്പം മര്യാദയ്ക്ക് വിരിക്കിട്ടൊക്കെ കാണണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇങ്ങോട്ട് ഞങ്ങൾ നടന്നെത്തുമ്പോഴത്തേക്ക് ഫ്രണ്ടിലൊക്കെ ഫുള്ളായിട്ടുണ്ട്. ഞങ്ങൾക്ക് ബാക്കിലേക്കാണ് നിന്നത്. അത് ഞങ്ങളുടെ ബാക്കിൽ ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു. അവിടെ നമ്മൾ പറയില്ലേ, മണ്ണ് വാരിയിട്ടാൽ നിലത്ത് വീകൂലാന്ന് ആ ഒരു അവസ്ഥയിലായിരുന്നു അവിടെ ജനക്കൂട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. എല്ലാവരും വിചാരിച്ച് 12 മണിക്ക് ഇത് പൊട്ടിക്കായിരിക്കുന്നു. അങ്ങനെ ആ ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് റെഡിയായി നിന്ന് 12:05 പൊട്ടിച്ചില്ല, 12:10 പൊട്ടിച്ചില്ല. അങ്ങനെ ന്യൂ ഇയർ ഒക്കെ അയ്യോ ഒന്നായിപ്പോയി. നമ്മൾ ഈ 12 മണിക്ക് പടക്കം പൊട്ടുന്നു, ന്യൂ ഇയർ ആഘോഷിക്കുന്നു, അതൊക്കെയായിരുന്നല്ലോ നമ്മുടെ മനസ്സിൽ. അങ്ങനെ അവരെന്തോ സാങ്കേതിക തകരാറാണ് തോന്നുന്നു. പടക്കം പൊട്ടിച്ച്, അല്ലെങ്കിൽ ടൈം അവരപ്പോഴായിരിക്കും നിശ്ചയിച്ചത്. ഒരു 12:20 ഒക്കെ ആകുമ്പോഴാണ് പടക്കം പൊട്ടിക്കാൻ തുടങ്ങിയത്. അപ്പോഴത്തേക്ക് നമ്മളൊക്കെ ക്ഷമ നശിച്ചേണ്ടിയിരുന്നു. എന്താ വെച്ചാൽ അത്രയും വെയിറ്റ് ചെയ്തു, കാലൊക്കെ വേദനയാവുന്നത്. അങ്ങനെ അത്രയും നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഡിലേ വന്നപ്പോൾ ഒന്നാമത് ഈ ആൾക്കൂട്ടം കുറേ ഉണ്ടല്ലോ. അപ്പം ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ജനപ്രവാഹം ആകുമ്പം നമുക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. റഷ് ആകുമ്പോൾ എനിക്കാണെങ്കിൽ അധികം ആൾക്കൂട്ടും ഇഷ്ടമല്ല. ഞാനാണ് ഈ ജനപ്രവാഹത്തിൻ്റെ ഉള്ളിലൊക്കെ പോയി നിന്നത്. അങ്ങനെ ഒരു 12:20 ഒക്കെ ആവുന്ന ടൈമിൽ പടക്കം പൊട്ടിച്ച് നല്ല അടിപൊളി വെടിക്കെട്ടായിരുന്നു. ഞാനതൊക്കെ കണ്ടു. പിന്നെ അതിന് ശേഷം മറ്റേ മേലെ പോയിട്ട് പൊട്ടുന്ന അതിനെന്താ പറയാതൊക്കെ അറിയില്ല, മിട്ടാ തോന്നുന്നു, അതൊക്കെ പൊട്ടിച്ച് അതൊക്കെ കണ്ട്. അപ്പം ഞാൻ ഈ ചെറിയൊരു വെടിക്കെട്ടിൻ്റെ ക്ലിപ്പും പിന്നെ മറ്റേ അമിട്ട് പൊട്ടുന്നതിൻ്റെതും, അമിട്ടെന്ന് തന്നെ ആയിരിക്കും അത് പറയുന്നത്, അത് പൊട്ടുന്നതൊക്കെ അതിൻ്റെയൊക്കെ ക്ലിപ്സ് ചെറുതായിട്ടൊന്ന് ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അയ്യോ, അതിന് ശേഷം ഉണ്ടായതായിരുന്നു ഇപ്പോഴും മനസ്സിന് പേടിപ്പെടുത്തുന്ന സംഭവം. എന്താ വെച്ചാൽ ഇത്രയും ആളല്ലേ, ആ ആളുകൾക്ക് കടന്ന് നമ്മളിങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് കൊടുത്തിലെത്തും. എന്താ പറയുക, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ആൾ ഇങ്ങോട്ട് വരിക, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഫുള്ള്. നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. ചെറിയ കുട്ടികളെ കൊണ്ടുവന്നവർ നല്ലോണം ബുദ്ധിമുട്ടി പോയിട്ടുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെ. ലാസ്റ്റ് പോലീസൊക്കെ വന്ന് ഒരു സൈഡിലേക്കാക്കി. അങ്ങോട്ട് പോകാനുള്ളവർ ഒരു സൈഡിൽ കൂടെ പോയി, ഇങ്ങോട്ടേക്ക് പോകാനുള്ളവർ വേറെ സൈഡിൽ കൂടെ ഇട്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ രക്ഷപ്പെടുമ്പോൾ പോലും വിചാരിച്ചില്ല. എങ്ങനെയൊക്കെയോ നമ്മൾ ആ ഒരു ആൾക്കൂട്ടത്തിൽ നിന്നും നടന്ന് എത്രയോ മണിക്കൂറോളം നമ്മളിങ്ങനെ സ്റ്റക്കായി നിന്ന് പിന്നെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് പോകുന്നു അതിൽ. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു മണി ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് കഴിക്കാൻ കുറേ നേരം നോക്കി ഒരു ഹോട്ടൽ കിട്ടി. അവിടെയാണ് ഒടുക്കത്തെ തിരക്കായിരുന്നു. അങ്ങനെ അവിടെയും കുറേ ഒരു 1/4 മുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വേഗം വീട്ടിലെത്തുമ്പോഴത്തേക്കും ഒരു
രണ്ടര ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ന്യൂ ഇയർ ഒക്കെ പുറത്തുനിന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഇത്ര ലേറ്റായിട്ട് വീട്ടിലെത്തുന്നതും ആദ്യമായിട്ടായിരുന്നു. ഞാൻ വരുമ്പോഴത്തേക്ക് വീട്ടിലെല്ലാവരും കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് 2025 ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു. എന്താ വെച്ചാൽ ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് സന്തോഷവും നിറഞ്ഞൊരു വർഷമായിരുന്നു. പേഴ്സണലി ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച വർഷം, അതിലുപരി ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട് അയ്യോ ഇനി എന്ത് ചെയ്യും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇനി നാളെ എന്താണ് സംഭവിക്കാമെന്ന് ആലോചിച്ചിട്ട് ഉറങ്ങാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 2025 എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടി സ്വപ്നമായിരുന്നു. എൻ്റെ ലൈഫിൽ നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മിക്സ്ഡ് ഫീലിംഗ്സ് ആണ്. 2025 ഞാൻ ഒരിക്കലും മറക്കൂല. 2026 ആണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിട്ടുള്ള വർഷമാണ്, ഒരു ന്യൂ ബിഗിനിങ്സ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ വീഡിയോ ഞാനിവിടെ സെൻഡ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ ഹൈപ്പും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.